മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചു. നമ്മുടെ BJPയുടെ ബീരേൻ സിംഗ് രാജിവെച്ചു. എന്തിനായിരിക്കും പുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തൂത്തുവാരിയിരിക്കുകയാണ്. ഡൽഹി തൂത്തുവാരി, മഹാരാഷ്ട്ര തൂത്തുവാരി, ഹരിയാന തൂത്തുവാരി, ഇങ്ങനെയൊക്കെ എല്ലാം കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രാജി എന്തിനായിരിക്കും? നിങ്ങൾക്കറിയോ അതിന്? നിങ്ങൾ ചിന്തിച്ചോ എപ്പോഴെങ്കിലും അത്? ഈ ബീരേൻ സിംഗ് ആരുടെ സ്വന്തം ആളാണെന്നറിയോ? മോദിയുടെ ആണ് തീർച്ചയായിട്ടും. അമിത്ഷായുടെ അതിനേക്കാൾ അടുത്ത ഒരാളാണ് പുള്ളി. ആ പുള്ളി ഈ ഒരു തീരുമാനം എടുത്തത് BJPന് കൊടുക്കാനാണോ അതോ കൊടുക്കുന്ന ഊരാനാണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ മോദിനോടാണെങ്കിലും വേണ്ടില്ല, അമിത്ഷാനോടാണെങ്കിലും ആരോണ്ട് ചോദിച്ചാലും മണിപ്പൂർ എന്തായി നമ്മളൊക്കെ ചോദിക്കാം. ആർക്കും ഒരു ഉത്തരം ഉണ്ടാവാറില്ല. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറ് പോലുമില്ല, അല്ലേ? എന്നിട്ടും മണിപ്പൂർ മുഖ്യമന്ത്രി അവിടെ നിന്ന് അങ്ങോട്ട് രാജിവെച്ചു പോയി. ഈ മണിപ്പൂരിൽ എത്ര കോൺഗ്രസ് MLA-മാരുണ്ട് നിങ്ങൾക്കറിയോ? ഒരു 5 പേരേ ഉള്ളത്. ഈ 5 കോൺഗ്രസ് MLA-മാർ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നുള്ളൊരു വാർത്തയുണ്ട്, കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. ഈ 5 MLA-മാരുള്ളിടത്തൊക്കെ എന്ത് അവിശ്വാസ പ്രമേയം എന്നൂടെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? മണിപ്പൂരിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം? മണിപ്പൂരിൻ്റെ അവസ്ഥ കാരണം BJPയിൽ തന്നെ വിമത MLA-മാരെ മൊത്തം. ഈ ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും കുത്തും ഇയാൾക്കെതിരെ. അതോടുകൂടി BJP പാളയം മൊത്തം ഇളകും. മണിപ്പൂരിൽ സർക്കാർ താഴെ വെക്കും. അതോടുകൂടി പണി പാടും. ഇവിടെയൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യ മൊത്തം നമ്മൾ അടക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പം EVM തട്ടിപ്പാണെങ്കിലും വേണ്ടില്ല, വോട്ട് ഇരട്ടിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, മറ്റു വോട്ടുകൾ വെട്ടിച്ചുരുക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിശ്വാസ പ്രമേയത്തിന് പോയിട്ട് കൂടെ ഉള്ളവന്മാരിനെ കാല് വാരിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് നല്ല പോലെ BJP ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജി. ഇനി രാജി വെച്ചിട്ട് പുതിയ ഇലക്ഷൻ ഉണ്ടാവും, അല്ലേ? ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇതേ അവസ്ഥ വരൂലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷനൊന്നും ഇപ്പം വരാൻ പോകുന്നില്ല. നമ്മുടെ BJPയുടെ കേന്ദ്ര നേതൃത്വം ചെയ്യാൻ പോകുന്നത് അവിടെ ഇപ്പം രാഷ്ട്രപതി ഭരണം കൊണ്ടുവരും. ഈ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഒരു ബൈ ഇലക്ഷൻ്റെ അത്യാവശ്യമില്ല. കുറച്ച് സമയം അവർക്ക് കിട്ടും. ഈ സമയം കൊണ്ട് നമ്മൾ പലരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടും പല പേരിൽ പൈസ വാങ്ങിച്ചിട്ടും ഇങ്ങനെ വിമതരായിട്ട് നിൽക്കുന്ന MLA-മാരുടെ കണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തു നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് ടീമിനെ പൈസ കൊടുത്ത് അവിടെ ഇറക്കുകയും ചെയ്യും. അങ്ങനെ ടീമിനെ വെച്ചിട്ട് നമ്മളൊരു ഇലക്ഷൻ നടത്തുകയും ചെയ്യും. ആ ഇലക്ഷൻ നമ്മൾ EVM പൊളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, വോട്ട് തിരുത്തിട്ടാണെങ്കിലും മറച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ ജയിക്കും. അതോടുകൂടി മണിപ്പൂർ പ്രശ്നം സോൾവ് ആവും. ഇത്തരത്തിലൊക്കെയുള്ള കുതന്ത്രങ്ങളാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് എന്നാണ് BJP നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോഴും ഇത് കണ്ടിട്ടും ബോധമില്ലാത്തതാണ് നമ്മുടെ ഇന്ത്യ മുന്നണി. അത് കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും, ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ആണെങ്കിലും, തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും, ശിവസേനയുടെ ഒരു ഭാഗമാണെങ്കിലും, ആരാണെങ്കിലും, സമാജ്വാദ് പാർട്ടി ആണെങ്കിലും, ഇവർ നിന്ന് തിരിച്ചറിയുന്നു രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നു. BJP കാണിക്കുന്ന ഇത്തരം കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ആപ്പ് വെക്കാൻ നോക്കണം. അല്ലാണ്ട് ആപ്പിന് ആപ്പ് വെക്കാൻ പോയാൽ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് ആപ്പ് കിട്ടും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.